ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു കേക്ക് വ്ളോഗ് കാണാം. ഇന്നൊരു ചോക്ലേറ്റ് കേക്കാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് ഞാൻ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കാണിക്കണില്ല. പിന്നെ അതാ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചോക്ലേറ്റ് ഗനാഷാണ്. ആ ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും അത് രണ്ടും ഞാൻ ഇവിടെ കാണിച്ചില്ലേ, അത് രണ്ടുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ അതാ ഗനാഷ് ആക്കി എടുത്തിട്ടുണ്ട്. ബീറ്റ് ചെയ്ത് വെച്ച ക്രീമിലോട്ട് അത്യാവശ്യം ഗനാഷ് ചേർത്തുകാണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഇത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാലും മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് കുറച്ച് ഗനാഷും കൂടി അതിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ടാണ് ഇതിൻ്റെ സിറപ്പ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ബോർഡിൽ കുറച്ച് ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഗനാഷാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ക്രീം, അതും കൂടി ഇതിൻ്റെ മേളിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയതിന് ശേഷമാണ് ഞാൻ ക്രീം ആക്കി കൊടുക്കൽ. എന്നാൽ പിന്നെ എല്ലായിടത്തും ഒരേപോലെ എത്തിക്കോളും. അതിന് ശേഷം അതിൻ്റെ മേലെ ക്രീമിൻ്റെ മേലെ അത്യാവശ്യം ഗനാഷ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് കേക്ക് ആണല്ലോ, അത്യാവശ്യം ചോക്ലേറ്റ് നമ്മളിവിടെ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ ലെയറും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഡാർക്ക് കോമ്പൗണ്ട് മാത്രം വെച്ചിട്ടാണ് കൂടുതലും ഈ ചോക്ലേറ്റ് കേക്ക് എല്ലാവരും ചെയ്തെടുക്കൽ. ഞാനിങ്ങനെ മിൽക്ക് കോമ്പൗണ്ടും കൂടി കൂട്ടിയിട്ടാണ് ചെയ്തെടുക്കൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചോക്ലേറ്റിൻ്റെ അധികം ഒരു കയ്പ്പ് മുന്നിട്ട് നിൽക്കും. അത് എല്ലാവർക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, ചിലവർക്ക് അത് നല്ല ഇഷ്ടമായി കാരണം. അപ്പോൾ എല്ലാവരും താല്പര്യം എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. എനിക്ക് പൊതുവേ വലിയ ഇഷ്ടമില്ല ആ ഒരു കയ്പ്പ്, അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി കൂട്ടിയിട്ട് എടുക്കണത്. ക്രം കോട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫൈനൽ കോട്ടും കൂടി ഇത് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ഗൾഫിൽ നിന്നുള്ള ഓർഡർ ആയിരുന്നു. വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കേക്കും കൂടി അതിനിട്ടത്. ഇതൊക്കെ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ തരുന്ന ഓർഡർ തന്നെയാണ്. ഈ ഫൈനൽ കോട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കുറച്ച് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് നല്ല തണുപ്പ് അതിന് ശേഷം മാത്രം നമുക്കിതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗനാഷ് പാർന്നു കൊടുക്കാം. കേക്കിന് തണുപ്പില്ലെങ്കിൽ ആ ഗനാശ അതിമ നിൽക്കൂല കേട്ടോ, ഫുള്ളായിട്ട് ഒലിച്ചിറങ്ങി പോകും. നമ്മൾ കേൾക്കുമ്പോൾ നിൽക്കൂല. അതുകൊണ്ടാണ് കേക്കിന് നന്നായിട്ട് തണുപ്പ് വേണമെന്ന് പറയണത്. അപ്പോൾ ഞാനിത് ഒരു രാത്രി ഉണ്ടാക്കിയെടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഈ ഗനാശ് ഇതിൻ്റെ മുകളിലോട്ട് പാർന്നു കൊടുക്കുന്നത്. അപ്പോൾ കേക്കിന് നല്ല തണുപ്പും വേണം, ഗനാശക്ക് ഒരു ഇളം ചൂടും വേണം. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഈ കേക്കുമ്മക്ക് സ്പ്രെഡായി കിട്ടുള്ളൂ. ഗനാശക്ക് ഒരു ഇളം ചൂടുണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ ഒലിച്ചിറങ്ങിയിട്ട് പെട്ടെന്ന് എല്ലായിടത്തേക്കും ആയി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഫുള്ളായിട്ട് ഗനാശ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് സമയം കൂടി ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടാണ് പിന്നെ ഈ ഒരു ഡിസൈൻ ഞാൻ ചെയ്യണത്. ആ ഗനാശ് പാർന്ന് കഴിഞ്ഞിട്ടുള്ള കേക്കിൻ്റെ തിളക്കം കണ്ടില്ലേ, ഇന്നൊരു കണ്ണാടിയും കൂടി വേണ്ട, ഇനിയും കൂടി അതിലാണ് കാണുന്നുണ്ട്. ഞാൻ എൻ്റെ മേലേക്കുള്ള ഡിസൈൻ ഇതായി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു ഗോൾഡ് ടച്ച് കൊടുക്കണം ഇതിന്. അപ്പോഴായും കേക്കുമൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം കിട്ടുള്ളൂ. അപ്പോൾ അതാ അതിമൊക്കെ ഗോൾഡൻ ടച്ചും കൂടി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കേക്കിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം. ഈ കേക്ക് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടോ പരിപാടിക്ക് വേണ്ടിയിട്ടോ ഒന്നും അല്ല കേട്ടോ, അത് അവർക്ക് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് കൊണ്ടുപോകുന്ന ഒരു കേക്കും കൂടിയായിരുന്നു. ഇതിലോട്ട് എന്തെങ്കിലും എഴുതി കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒരു 4 പേര് എന്നോട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ഇതേപോലെയാണ് ഇതിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ കേക്കിന് നമ്മളോട് അവിടെ എത്തിച്ചു കൊടുക്കാനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് ആണല്ലോ. അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട് എനിക്ക് ശരിക്കും അറിയാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കൊരു സാധനം വരുന്നുണ്ട്, കേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സിറ്റ് ഔട്ടൊക്കെ ഇറങ്ങി നിന്നോളിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കേക്ക് കൊണ്ടു കൊടുത്തപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. ആ ഒരു കുട്ടികളെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രത്തോളം സന്തോഷം ആ കേക്ക് കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ അമ്മായിൻ്റെ വീട്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഞാൻ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വഴിക്ക് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. അത് കേട്ടപ്പോൾ എനിക്കും ഒരുപാട് സങ്കടം തോന്നിയിട്ടാ. എൻ്റെ ഈ കേക്ക് ബിസിനസ് നല്ല പോലെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അമ്മായി ഒരുപാട് പ്രാർത്ഥിച്ചു. ഇവരുടെയൊക്കെ ഒരു പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റണത്. അതൊക്കെ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ വേറൊരു കേക്കിൻ്റെ ഓർഡർ നമ്മൾ മുന്നേ ചെയ്തതും കൂടി നമ്മൾ ഇതിൽ നിങ്ങൾക്ക് കാണിക്കുകയാണ്.
യൂണിക്കോൺ തീമിലായിരുന്നു ഈ കേക്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ 2-3 കളറ് വേണമല്ലോ. അപ്പോൾ നീലയും മഞ്ഞയും റോസും ആ ഒരു 3 കളറും ഞാൻ ക്രീമിലേക്ക് ആഡ് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ റേറ്റ് എത്രയെന്നാട്ടാ വിളിക്കണം എല്ലാവരും ചോദിക്കുക. അപ്പോൾ 1 kg കേക്കിന് ഇത്ര റേറ്റാണ്, എന്ന ഫ്ലേവറിന് ഇത്ര റേറ്റാണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അന്നായിക്കോട്ടെ ഒരു കേക്ക് എടുക്കാമെന്ന് പറയും. എന്നിട്ട് പിന്നെ ഈ തീമും കാര്യങ്ങളൊക്കെ ഓല് പിന്നീടാണ് കേട്ടോ പറയുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട്. കാരണം നമ്മൾ ഈ പ്രിൻറ്റ് വാങ്ങണമെങ്കിൽ നമുക്ക് പൈസ വേണം, അവിടെ പോയി നമ്മൾ വാങ്ങണം, അത് വെട്ടിയെടുത്തിട്ട് ആ കറക്റ്റാക്കി നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അതൊക്കെ നമ്മളെ ടൈം അവിടെ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചാർജ് നമ്മളവിടെ ഈടാക്കും. പ്രിൻറ്റും കാര്യങ്ങളും വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചാർജൊന്നും വേണ്ട, വളരെ ചെറിയ ചാർജ് മതി. പക്ഷെ എന്നാലും അത് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ കേക്കിന് അത്രയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ ഇങ്ങനെ ആയി എന്ന് ചോദിക്കും. എല്ലാവർക്കും നല്ല നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. പക്ഷേ പൈസ പറയുമ്പോഴാണ് എല്ലാവർക്കും ഇതാവല്. പ്രിൻറ്റ് നമുക്കിതാ ഷോപ്പിൽ നിന്ന് ഇതേപോലെയാണ് ഒരു പ്രിൻ്റ് എടുത്ത് തരിക. പിന്നെ ഇതാ ഇത് അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഷേപ്പിലാക്കി നമ്മൾ വെട്ടിയെടുക്കണം. ഇതിൽ സ്പീഡ് കൂട്ടി കാണിക്കേണ്ടി വെച്ചിട്ട് ഇത് കുറച്ച് പ്രയാസമുള്ള പരിപാടിയാണ്. ഒരുപാട് ടൈം നമുക്ക് ഇതിമ പോവും ഇത് കറക്റ്റാക്കി വെട്ടിയെടുത്ത് വരുമ്പോഴത്തേന്. അപ്പോൾ അതൊക്കെ നമ്മൾ ജോലിൻ്റെ ഒരു ഭാഗമല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയൊരു എമൗണ്ടാണ് നമ്മളതിൽ കൂട്ടിയിടുക. പലർക്കും ഈ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനിതിൽ പറയാൻ കാരണം. പിന്നെ നമ്മളെ ഈ ഹോം ബേക്കർമാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കേക്കിന് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറയാനുണ്ടോ, ഇനി എന്തെങ്കിലും ചുരുക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കണോലുണ്ട്. സ്നേഹത്തോടെ ചോദിക്കണോല് ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് കൊടുക്കുമ്പോൾ 1 കിലോൻ്റെ കേക്ക് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ആയാലും 1 കിലോൻ്റെ മേലേക്ക് പോകും. അത് നമ്മൾ കറക്റ്റാക്കി അങ്ങനെ 1 കിലോനൊന്നും അല്ല കൊടുക്കൽ, എന്തായാലും അതിൻ്റെ മേലേക്ക് ഉണ്ടാവും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ 1 കിലോ കേക്ക് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് 1 കിലോ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ നമ്മളിങ്ങനെ ഈ ഉണ്ടാക്കണോലെ അടുത്തുനിന്ന് വാങ്ങുമ്പോൾ എന്തായാലും അത് ഏറെ ഉണ്ടാവും. അതിനൊന്നും നമ്മൾ എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും നമ്മൾ ഈടാക്കണില്ല. അപ്പോൾ ദാ ഇന്നത്തെ വർക്ക് ഇത് രണ്ടുമാണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് കേക്കാണ് ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റിലൂടെ പറയാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.